യേശു മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. Welcome to Assam Mission. വിഭിന്ന ഭാഷകളിലും വിഭിന്ന ട്രൈബിലും പെട്ട ഒരു സമൂഹമാണ് ഈ രൂപതയുടെ ഉള്ളടക്കം. ഡിഫു രൂപതയിലെ ഡൻസരി ഇടവകയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇതാണ് ആസാമിലെ ധൻശ്രീ നദി. അക്കരെ കാണുന്നത് നാഗാലാൻഡാണ്. 2 സംസ്ഥാനങ്ങളെ വേർതിരിക്കുന്നു. ഈ നദി അപ്പർ ആസാമിൽ നിന്നും ഒഴുകി വരുന്നതാണ്. ഇതിന്റെ കരയിലുള്ള സ്ഥലം മുഴുവൻ ഗ്രീസ് പോലുള്ള വഴുവഴുത്ത ചെളിയാണ്. അതിന് കാരണം ഇവിടെ ധാരാളം എണ്ണയുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് പറയുന്നു. ധൽദാലി ഗ്രാമം. എള്ള് കൃഷിയാണ് ഈ കാണുന്നത്. സെന്റ് മേരി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരാണ് ഈ കൃഷി നടത്തുന്നത്. സ്കൂളിന് വേണ്ടുന്ന ബെഞ്ചും ഡെസ്കുമൊക്കെ നിർമ്മിച്ചത് ഇതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്നാണ്. ഈ കാണുന്ന സ്കൂളിന് പിന്നെയുമുണ്ട് മറ്റു പ്രത്യേകതകൾ. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 1947 മുതൽ ഇന്ന് വരെ, ഈ വർഷം വരെ ഒരു കൊച്ചു പോലും 10ാം ക്ലാസ് ജയിക്കാത്ത ഒരു പ്രത്യേക ഗ്രാമം കൂടിയാണിത്. എന്നാൽ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ എഴുതിയ നമ്മുടെ ഒരു മിടുക്കി കൊച്ച് ജയിച്ചു. ആ മിടുക്കി കുട്ടിയുടെ പേരാണ് മരിയം. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നത് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. കാരണം ഇടവകയുടെയും ഡിഫു രൂപതയുടെയും അഭിമാനമായ ആ മിടുക്കി കൊച്ച്, ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഒരു സിസ്റ്ററാകാൻ വേണ്ടിയിട്ട് ഒറീസയിലേക്ക് പഠിക്കാൻ പോയിരിക്കുകയാണ്. ആ കൊച്ച് ഒരു സിസ്റ്ററായി തിരിച്ച് ഞങ്ങളുടെ ഈ ദർദാലിയിലേക്ക് വരുമെന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളും ഈ കൊച്ചിന് വേണ്ടിയിട്ടും ഈ മിഷന് വേണ്ടിയിട്ടും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ദൽദാലിയിലുള്ള ഓരോ വീട്ടിലെയും മുതിർന്നവർ 2 മാസം മറ്റൊരു പണിക്കും പോകാതെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയതാണ് ഈ വിദ്യാലയം. അതിനാൽ മിഷണറിമാർ പറയുന്നത് ഇത് ഒരു കൂട്ടം ജനതയുടെ വിയർപ്പിന്റെ ഫലമാണെന്നാണ്. നല്ല മൂല്യവത്തായ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ ആസാം ബോർഡിന്റെ സിലബസ് തന്നെയാണ് ഇവിടെയും പഠിപ്പിക്കുന്നത്. വിഭിന്ന ഗോത്രങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഒത്തൊരുമിച്ചിരുന്ന് പഠിക്കുന്ന കാഴ്ച കാണുമ്പോൾ വളരെയേറെ ആനന്ദം ലഭിക്കുന്നുവെന്ന് മിഷണറിമാർ പറയുന്നു. രൂപതയ്ക്ക് ഇവരെക്കുറിച്ച് വളരെയേറെ പ്രതീക്ഷകളാണുള്ളത്. ദൽദാലി ഗ്രാമത്തിലെ ഈ സ്കൂളിലെ ആദ്യത്തെ വിദ്യാർത്ഥികളാണിവർ.
study hard. Make them happy. I wish them every morning. So I was listening and I see that you are all studying very well. So we brought some sweets for you, because you are studying very well. 2015 തുടങ്ങിയ ഈ സ്കൂളിന് ഇനിയും വളരണമെങ്കിൽ ഈ കുട്ടികൾ ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് കാണിച്ചു കൊടുക്കണം എന്താണ് വിദ്യാഭ്യാസത്തിന്റെ പവറെന്ന്. ഈ അപൂർവ കാഴ്ച ഇനി ദൽദാലികൾക്ക് മാത്രമുള്ളതല്ല, ഈ ആസാം മിഷനെ സ്നേഹിക്കുന്ന ഏവർക്കും സ്വന്തം. ആഗോള മിഷന്റെ തന്നെ ചരിത്രത്തിൽ ഇടം നേടിക്കഴിഞ്ഞിരിക്കുന്നു ഈ അമ്മയും കുഞ്ഞും. മുലകുടി പോലും മാറാത്ത കൈക്കുഞ്ഞിനെയും കൊണ്ട് ഒരു ഗ്രാമത്തിന്റെ ഗതിയെ മാറ്റാൻ ഈ അമ്മ മിഷണറിമാർക്കൊപ്പം കൈകോർത്തിരിക്കുന്നു. 10ാം ക്ലാസ് പാസ്സായ ഒരു വ്യക്തി പോലും ഇപ്പോൾ ഈ ഗ്രാമത്തിലില്ല. ആകെ ജയിച്ചത് സിസ്റ്ററാകാൻ വേണ്ടി പോയ മറിയം. പിന്നെ ഇവിടെ ആരുമില്ല മിഷണറിമാരെ ഒന്ന് സഹായിക്കാൻ. അങ്ങനെയാണ് ഈ പഠിപ്പിക്കുന്ന കല്യാണി ടീച്ചറെയും കുടുംബത്തെയും കണ്ടുമുട്ടുന്നതും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും. ദിഫുവിൽ നിന്ന് വന്ന ഇവർ ഈ ഗ്രാമത്തിന് സ്വന്തമെന്ന് പറയാൻ ഒരു അധ്യാപകനോ അധ്യാപികയോ ഉണ്ടാകുന്നത് വരെ ഇവിടെ സേവനം ചെയ്യുമെന്ന് മിഷണറിമാർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ജനിച്ച് ആഴ്ചകൾക്കുള്ളിൽ സ്കൂളിലേക്ക് സ്ഥിരപ്രവേശനം ലഭിച്ച ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ കുഞ്ഞായിരിക്കും ഇവർ. ഇതുപോലുള്ള നല്ല വ്യക്തികളാണ് ആസാം മിഷന്റെ നട്ടെല്ലെന്ന് മിഷണറിമാർ പറയുന്നു. 1942 ജനവാസം തുടങ്ങിയ ഒരു സ്ഥലമാണ് ഈ ഗ്രാമം. ഈ സ്കൂൾ എങ്ങനെ ഉണ്ടായെന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത് ഫ്രാൻസിസ് കർക്കട്ടായ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെ കാറ്റഗിസ്റ്റാണ്. ഇദ്ദേഹത്തിന് എൻ്റെ വീട് ഇവിടെയാണ്. ഇദ്ദേഹം ഈ സ്കൂള് തുടങ്ങാനും വേണ്ടി ഒത്തിരി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന വേറൊരു വ്യക്തി ഗിൽബർട്ട് കർക്കട്ടായ എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിലെ ഒരു നേതാവാണ്. ഈ നേതാക്കൾ പലരും ഒരു 10-15 നേതാക്കന്മാർ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ ഇടവകയിൽ വരികയും ഞങ്ങളെ കാണുകയും ഒരു സ്കൂൾ തുടങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സ്കൂൾ ഇവിടെ വന്നതിന് ശേഷം ഈ ഗ്രാമത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഈ ഗ്രാമത്തിലെ ഈ 2 നേതാക്കന്മാരിൽ നമുക്ക് ചോദിച്ചറിയാം. अभी इधर स्कूल आके तो लड़का बच्चा थोड़ा साफ होने की भी सीखा है, पढ़ता है, थोड़ा अच्छा परिवार घर भी चलता है, अच्छा जैसे दिखाई देता है. वो ड्रेस व्रेस लगा थोड़ा अच्छा दिखाता है. आगे तो वो धूली बालू में खेलता था ना, उस टाइम में तो लड़का लोग जंगल के जैसे जंगली के जैसे रहता था. आजकल थोड़ा सफ़ेद में आया है और थोड़ा परिवर्तन हुआ है, थोड़ा गांव चेंज हुआ है थोड़ा. और थोड़ा उसका पिताजी माँ लोग भी थोड़ा अपना डिसिप्लिन में आया है. आगे तो वैसे नहीं था, बहुत जंगली के जैसे इधर में हो गया था, जानवर के जैसे लगता था. आजकल तो थोड़ा सफ़ेद के जैसे लगता है.
ഇവർ പറഞ്ഞതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം, ഈ സ്കൂൾ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ പിള്ളേർ ഈ കാട്ടിക്കൂടെ അരഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ സ്കൂൾ തുടങ്ങിയതിന് ശേഷം ഈ പിള്ളേർ പഠിക്കാൻ തുടങ്ങി, നല്ല വസ്ത്രം ധരിക്കാൻ തുടങ്ങി, അവരുടെ ജീവിതത്തിൽ അടക്കവും ചിട്ടയും വന്ന് ഒരു നല്ല കുട്ടികളായിട്ട് അവർ വളരുന്നു. ദൽദാലിയിലെ ഈ സ്കൂളിൻ്റെ പേരും ഇടവക ദേവാലയത്തിൻ്റെ പേരും പരിശുദ്ധ മറിയത്തിൻ്റെ നാമത്തിലുള്ളതാണ്. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദി അർപ്പിക്കാൻ ഈ കുരുന്നുകൾക്ക് നന്നായിട്ടറിയാം. നോക്കിക്കേ, ടീച്ചറിൻ്റെ കുഞ്ഞിനും മനസ്സിലായി ഇന്നത്തെ ക്ലാസ് തീർന്നുവെന്ന്. ഇപ്പോഴാ ഓർമ്മ വന്നത്, മിഷണറിമാർ ഒരു ദൗത്യം കൂടി നമ്മെ ഏൽപ്പിച്ചതായിരുന്നു എന്ന്. ഇവിടുത്തെ ഈ കുട്ടികളെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്, ഇവർക്കിടയിൽ നിന്ന് ഭാവിയിൽ നല്ല അധ്യാപകരെ വാർത്തെടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി. ദാ ഇവരെ പോലെ. My name is Joshua Phangcho and she is my wife, Miss Kalyani Tisopi. Previously we don't have a job. Father Tom has offered us a job to teach here in Daldali St. Mary's School. So we are very thankful to Father, our principal, and also our headmistress, Sister Wimla, who gave us this very great, beautiful opportunity to give us a chance to teach the children of Daldali here. After seeing our condition, Father has given us a teacher quarter, which is there. You can see it. Now we are staying in a quarter here, and we are blessed with our baby child, my daughter. Thank you. ഇവിടെ ഇനി നല്ല ഒരു സ്കൂൾ കെട്ടിടവും ഇവർക്ക് വേണ്ടി നല്ല ഒരു ക്വാർട്ടേഴ്സും പണിയണം. ദാ അതിനുവേണ്ടിയുള്ള എള്ളിൻ കൃഷി അമ്മമാർ തുടങ്ങിക്കഴിഞ്ഞു. കർത്താവും ശിഷ്യരും ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചതുപോലെയൊക്കെയാണ് മിഷണറിമാരും കടന്നു ചെല്ലുന്നത്, മനുഷ്യരെ പിടിക്കുന്നതിന് വേണ്ടി, ഇവർക്ക് വേണ്ട ജ്ഞാനവും ബോധ്യവും നൽകാൻ വേണ്ടി. പൊതുവെ സ്ത്രീകളും കുട്ടികളും ഇവരോട് സഹകരിക്കുമ്പോൾ ആണുങ്ങൾ ഈ മിഷണറിമാരുടെ കണ്ണു വെട്ടിച്ച് മാറി നടക്കുന്നു. വിദ്യാഭ്യാസത്തിന് മടി കാണിക്കുന്ന ഇവിടുത്തെ ആണുങ്ങൾക്ക് പ്രധാനമായും ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് കുടുംബ സമാധാനം നിലനിർത്താനുള്ള ഉപദേശങ്ങളൊക്കെയാണ് നൽകി വരുന്നത്. കാരണം ഇവിടെ ശരാശരി 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെ ജീവനോടെ കാണാൻ സാധിക്കില്ല. കാരണം മദ്യം. ഇവിടുത്തെ പുരുഷന്മാർ നല്ല പോലെ പണിയെടുക്കും, അതുപോലെ തന്നെ മദ്യപിക്കുകയും ചെയ്യും, തന്മൂലം മരണപ്പെടുന്നു. ഇതൊക്കെ മാറണം. അതിനുവേണ്ടി അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമെന്ന ഉറപ്പും വാങ്ങിയായിരിക്കും മിഷണറിമാരുടെ പിന്നീടുള്ള യാത്ര. ആസാം മിഷൻ വിദ്യാഭ്യാസത്തിന് അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ ഓപ്പൺ സ്കൂൾ എന്ന വളരെ പ്രത്യേകതയുള്ള പാഠ്യപദ്ധതിയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
വിശുദ്ധ പത്രോസിന്റെ നാമധേയത്തിലുള്ള ഇടവക ദേവാലയത്തിന്റെ തിരുമുറ്റത്താണ് സാധാരണ ഓപ്പൺ സ്കൂൾ നടത്തിപ്പോരുന്നത്. പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ ഇപ്പോൾ വരും. എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ പോക്ക് മതിയാക്കിയവരാണെന്നാണ് മിഷണറിമാർ പറയുന്നത്. ഇന്ന് ഈ കാണുന്ന മിക്ക കുട്ടികളും അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന സംശയത്തിലാണ്. കാരണം മക്കൾക്ക് രോഗം വന്നാൽ പോലും അത് മനസ്സിലാക്കി ചികിത്സ നൽകാനുള്ള അറിവോ ചിന്തയോ ഇവിടെയുള്ള മാതാപിതാക്കൾക്കില്ല. അറിയില്ല എന്ത് ചെയ്യണമെന്ന്. അത്രയ്ക്ക് പാവങ്ങളാ ഇവിടത്തെ ഈ ജനം. സാധുക്കൾ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ വരുന്ന ഒരു കൊച്ചിനും അസുഖമായിട്ട് 2-3 ദിവസം അസുഖമാണെങ്കിൽ ആ ടീച്ചർമാർ അവർ ട്രാക്ക് ചെയ്യും. അവർക്ക് ചെയ്യാൻ പറ്റുകയില്ലാത്ത കേസാണെങ്കിൽ അവർ ഞങ്ങളെ ഇത് ചെയ്യും. ഈ വണ്ടി കൊടുക്കും. നമ്മുടെ പിള്ളേരെ അസുഖമാണെങ്കിൽ നമ്മൾ അവരെ ആശുപത്രി കൊണ്ടുപോകും. അവരെ കൊണ്ടുപോയി ചികിത്സിക്കും. അപ്പോൾ ഈ സ്കൂള് കൊണ്ട് നമ്മൾ കാണുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഇത് ഈ കഴിഞ്ഞ എന്ത് നേടിയെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 2014 ഇത്രയും പിള്ളേർ മരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കൊച്ചും മരിച്ചിട്ടില്ല. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു വീട്ടിലെ 2 പിള്ളേർ മരിച്ചു. അത് അവിടുത്തെ കാരണന്മാരോട് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞ അവർ മലമ്പനി വന്ന് മരിച്ചെന്നാണ്. എനിക്ക് ആ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ആ രാത്രിയല്ല, പല ദിവസം ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചു, ദൈവമേ എന്തിനാണ് നീ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്? അപ്പോൾ നമ്മൾ വന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സഫലമായത് ഇവിടുത്തെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്ന് ഒരു സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പറയുമ്പോഴാണ്. സ്ത്രീകൾക്ക് പ്രസവത്തിന് ആസാം ഗവൺമെൻറ് 2000 രൂപ നൽകുന്നുണ്ട്. പക്ഷേ ഇവർ കൈപ്പറ്റുന്നതോ 200-300 രൂപയൊക്കെയാണ്. കാരണം എണ്ണാൻ അറിയില്ല. ഇവർ കാട്ടിൽ നിന്ന് പച്ചക്കറികളും പഴങ്ങളുമൊക്കെ പറിച്ചു തിന്നും വിറ്റുമൊക്കെ ജീവിക്കുന്നവരാണെന്ന് ഓർക്കണം. ചൂഷണത്തിന് വിധേയപ്പെട്ടാണ് ഇവരിവിടെ കഴിയുന്നത്. Ladies are more. So why they are not coming? I don't know. So you have to find out. Margaret Kujur. Agnes. Mariam. Dwar. Esther. Teresa. Elena. Only names are here. So now we will start the classes. Mothers and children, are you ready to study? Yes or no? Yes. സ്വന്തം പേര് വായിക്കാൻ അറിയില്ല, പൈസ എണ്ണാൻ അറിയില്ല, എന്തിനേറെ പറയണം. പേന പിടിക്കാൻ അറിവില്ലാത്തതിനാൽ സ്വന്തം ഒപ്പുപോലും 50-100 രൂപ നൽകി മറ്റുള്ളവരെ കൊണ്ട് ഒപ്പിടിയിക്കുന്ന ശോചനീയമായ അവസ്ഥയാണിവിടെ. എന്തിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഈ ദുരവസ്ഥ മാറണം. അതാണ് മിഷണറിമാർ പറയുന്നത്. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള സാക്ഷരതാ ക്ലാസുകൾ സഭ ഈ ആസാമിൽ നടത്തിപ്പോരുന്നത്. ആസാം മിഷൻ രണ്ടും കൽപ്പിച്ചാണ് ഈ സംരംഭത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഇത് ഇവിടത്തെ പ്രദേശത്താകെ പടരണം. അതിലൂടെ ഇവിടെയുള്ളവരെല്ലാം സമ്പന്നരാകണം, വിദ്യാസമ്പന്നർ.
അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ആസാം മിഷൻ അറിയാം. Dog. A for apple. Apple. B for ball. B A L ball. C for cat. C A T cat. Nirmala Kaki, please spell and tell the word. A P P L E apple. B A L ball. C A T cat. D O G dog. സബാഷ് നിർമ്മലക്കാക്കി, സബാഷ്. ഈ മാറ്റമാണ് ആസാം മിഷന്റെ സ്വപ്നം. എല്ലാവരും താന്താങ്ങളുടെ പേരുകൾ വായിക്കണം, എഴുതണം, ഒപ്പിടണം. അതാണ് ആസാം മിഷന്റെ സ്വപ്നവും. ഈ സന്തോഷത്തിൽ നമുക്കും പ്രാർത്ഥനാപൂർവം പങ്കുചേരാം. ഇവിടത്തെ ഗ്രാമവാസികൾക്ക് സന്തോഷം വന്നാൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് പാട്ടും നൃത്തവും. ഇവർക്കറിയാം, ഇവർക്ക് വേണ്ടി തന്നെയാണ് ഈ മിഷണറിമാർ വന്നിരിക്കുന്നതെന്ന്. മിക്കവരും സ്വന്തം ആരോഗ്യത്തെ പോലും മറന്നുകൊണ്ടാണ് ഈ മിഷനിൽ പ്രവർത്തിക്കുന്നത്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ബോണസായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം നമുക്ക് അസുഖമുണ്ട്, രോഗമുണ്ട്, അതൊന്ന് ഞാൻ അതേപ്പറ്റിയാണ്. പക്ഷേ അപ്പോൾ ഒരു ദിവസം എത്രാമത്തെ വയസ്സിലായിരുന്നു അറ്റാക്ക്? അത് ഇപ്പം 32ാമത്തെ വയസ്സിലായിരുന്നു. 32ാമത്തെ വയസ്സിൽ ആദ്യത്തെ മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. അന്ന് തട്ടിപ്പുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ദൈവം വിളിക്കാതിരുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യം പുള്ളിക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നു. അത് ശരിയായിരുന്നു. അത് കഴിഞ്ഞപ്പം മുതൽ എൻ്റെ ജീവിതം അങ്ങോട്ട് മാറി. ഞാനിപ്പോൾ പൈസയ്ക്കോ സ്ഥാനമാനങ്ങൾക്കോ അധികാരത്തിനോ ആൾക്കാരെ പ്രീതിപ്പെടുത്താനൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നെ തൊടാറില്ല. കാരണം എനിക്കറിയാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്, എന്താ ചെയ്യേണ്ടാത്തതെന്ന്, എൻ്റെ ബോധ്യം എന്താണെന്നുള്ളത്, എൻ്റെ ഈ ഉടുപ്പിൻ്റെ മഹാത്മ്യം എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ അതങ്ങോട്ട് മാറി. അപ്പോൾ ഇതിനകത്ത് ജീവിതം ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റായിരുന്നു. ഞാൻ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആ സത്യമാണ്. അപ്പോൾ ഇവിടെ വന്ന് ഈ ജീവിതം തിരക്കുള്ള ജീവിതമാണ്. പക്ഷേ ആ തിരക്കുള്ള ജീവിതം ഞാൻ ഈ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഓരോ ദിവസവും ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. അടുത്ത ദിവസം കേൾക്കുമ്പോൾ ഈശോയെ നീ ഒരു ദിവസം കൂടെ എനിക്ക് തന്നു, ചിലപ്പോൾ ഇത് അവസാനത്തെ ദിവസമായിരിക്കും, നന്ദി. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ദൈവം തന്ന ജീവിതം കുണ്ഠിതപ്പെടാനും ആകുലപ്പെടാനും ഉള്ളതല്ല. നിൻ്റെ രോഗത്തെ ഓർത്ത്, നിൻ്റെ ബുദ്ധിമുട്ടുകളെ ഓർത്ത്
അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുകയില്ല. അയൽക്കാരനെ സ്നേഹിക്കുക. അതുപോലെ തന്നെ ദൈവം നമുക്ക് ഓരോ ദിവസവും തരുന്ന അനന്തമായ നന്മകളെ ഓർത്ത് അവന് നന്ദി പറയുക, ദൈവത്തിന് നന്ദി പറയുക. ആ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക. അതാണ് മിഷൻ അവിടെയല്ല. ആദ്യം നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ടുള്ള മിഷൻ, അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തെ കൊണ്ടുള്ള മിഷൻ നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ ശരിയാക്കാൻ ഇറങ്ങുക. അപ്പോൾ അതിന് ഒരു 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 വാചകം കൂടെ ഞാൻ പറയട്ടെ. ഞങ്ങളുടെ മിഷൻ രംഗത്തേക്ക് കടന്നു വന്ന് ഈ പാവപ്പെട്ട ആൾക്കാരുടെ ജീവിതം നിങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതിലേറ്റവും ഉപരിയായിട്ട് ഞങ്ങളുടെ ബന്ധുക്കൾക്ക്, ഞങ്ങളുടെ കാരണന്മാർക്ക്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകായിരം ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. കാരണം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഷാലോം TV എന്ന ഒരു TV ഗ്രൂപ്പല്ല, ഇത് ദൈവത്തിൻ്റെ ചാനലാണ്. കർത്താവാണ് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, തുടർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവിധ മംഗളങ്ങളും. ഷാലോമിലും തീർച്ചയായും അവിടെ മിഷണറിമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു പ്രാർത്ഥന മിഷണറിമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ഇനി ഉയരും. അത് ദേശവ്യാപകമായിട്ട് ഉയരാനായിട്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. അല്ലേ? തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ ഒരു മിഷണറി ഇങ്ങനെയൊക്കെയല്ലേ ആകേണ്ടത്? നമുക്കും പുതിയ തലമുറയ്ക്കും വിചിന്തനത്തിലുള്ള വിഷയമാണിത്. അന്യോന്യം സഹായിച്ചും സ്നേഹിച്ചും നമുക്കും ഒരു മിഷണറി ആവാം. In the world, Northeast India, there is beast and magic in the air. Northeast India, from the Terab to the Terai, from Brahmaputra to Himalaya. Oh, there is mystery of this place, colorful history. It's a paradise on earth.